ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരു പഞ്ഞി പോലെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതിനെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഞാനെടുത്തിരിക്കുന്ന ഈ കപ്പിന് 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിത് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന കണക്ക് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിതൊരു കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കവർ ചെയ്ത് ഒരു 40 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പരത്തി ഒന്നെടുക്കണം. നമുക്കിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് വേണം നമ്മൾ പരത്തി എടുക്കാനായിട്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് അതിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതുകൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല പഞ്ഞി പോലെയായിരുന്നു. ഞാൻ കഴിച്ചു നോക്കി. ചൂടായിരുന്നപ്പോഴും ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചൂട് മാറിയിട്ട് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി എന്ന്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.